എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ജഗത് ജയപ്രകാശാണ് സംസാരിക്കാനുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത്, നമ്മൾ കാനഡയിലെ PR, സ്റ്റഡി പെർമിറ്റ് ഇതുമായൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാനഡ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചർച്ച ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്ന് ചർച്ച ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇൻഫർമേഷൻസ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടുന്ന ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. കാരണം ഹയസ്റ്റ് സ്റ്റഡി പെർമിറ്റ് വിസ റിജക്ഷൻ റേറ്റ് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റുകൾ കാനഡ റിജക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായുള്ള അജണ്ടകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് പോകുന്ന ആപ്ലിക്കേഷൻസിൽ പലതും റിലയബിൾ അല്ല എന്നും വിശ്വസനീയമല്ലാത്ത സാഹചര്യങ്ങളുമുണ്ട്. വൻതോതിലുള്ള, അതായത് 50%, 70%-ന് മുകളിലൊക്കെ വിസ റിജക്ഷൻ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഉയർന്നിട്ടുമുണ്ട്. എന്താണ് ജഗത്, ഇനി കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു സ്വപ്നം മാത്രമാണോ? കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വപ്നം മാത്രമാണോ എന്നുള്ള ചോദ്യം, അത് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് അധികം ഫാക്ടേഴ്സ് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അപ്പം അത് എന്താണ് അവരുടെ ഇന്റൻഷൻ എന്നുള്ളത് നോക്കിയ ശേഷം മാത്രമേ നമുക്ക് എന്ത് തരത്തിലുള്ള സ്വപ്നമാണ് അവർ കാണുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പം ഈ വിഷയത്തെ നമ്മൾ ആദ്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് അതിനെ എങ്ങനെ വിശകലനം ചെയ്യാമെന്ന് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 2025 നമ്പേഴ്സ് ആണ് അവർ പുറത്ത് വിട്ടേക്കുന്നത്. അതായത് അതിൽ 4500 ശിഷ്ടം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തപ്പോൾ 1200ഓളം, 1196 അതോ അത്രയോ ഉണ്ടായിരുന്നു ആ നമ്പർ. അത്രയും കുട്ടികൾക്ക് മാത്രമേ പുതുതായിട്ട് വിസ ഓഗസ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം അതിന്റെ ഒരു ബ്രോഡർ പിക്ചർ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒക്ടോബർ, ഈ ഫോളിന്റെ ആ ഒരു എൻറോൾമെന്റും മൊത്തം എല്ലാം അതിന്റെ ഡേറ്റ, അതായത് സെപ്റ്റംബർ ഒക്ടോബറിലെ ഡേറ്റ മൊത്തം പുറത്തു വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവാൻ പറ്റൂ. യൂണിവേഴ്സിറ്റികളൊക്കെ എത്ര ഇന്ത്യക്കാർ വിദ്യാർത്ഥികളെ എൻറോൾ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം എൻറോൾമെന്റ് നടന്നിട്ടുണ്ട്, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസംബർ വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് ഫുൾ ആ ഒരു നമ്പേഴ്സ് കിട്ടത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഓഗസ്റ്റിലെ നമ്പേഴ്സ് വെച്ച് മാത്രമാണ് നമുക്കിപ്പോ പറയാൻ സാധിക്കുന്നത്. ഓഗസ്റ്റില് വന്ന നമ്പേഴ്സ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു 74% റിജക്ഷൻ റേറ്റ് ആണ് ഇപ്പം ഇന്ത്യൻ സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് മുൻ വർഷത്തെ റിജക്ഷൻ റേറ്റുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 കാലഘട്ടത്തിലൊക്കെ ഒരു 40, 45, 50% വരെയൊക്കെ റിജക്ഷൻ ചെയ്തിരുന്ന അതൊരു 75%. അതായത് 4 പേര് അപ്ലൈ ചെയ്യുമ്പോൾ 3 പേർക്കും റിജക്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. അത് റിജക്ട് അടിച്ച് കൊടുക്കാനുണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കോവിഡിന് ശേഷം കാനഡയുടെ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ടായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്ന സമയത്ത് കാനഡയിലെ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ, ഒരു വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ എന്നുള്ളത് അവർക്കെല്ലാം പല തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാനഡയിലെ ഒരു മീഡിയൻ ഏജ് എന്ന് പറയുന്നത് തന്നെ ഒരു 38 to 40 ഇടയിലാണ് ഒരു ആവറേജ് വ്യക്തിയുടെ ഒരു ഏജ് എന്ന് പറയുന്നത്. ഒരു മീഡിയൻ ഏജ് എന്ന് പറയുന്നത് ഒരു 40 years ആണ്. അത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റലി അല്ലെങ്കിൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. പക്ഷേ ഇന്ത്യയുടെ ഒരു ആവറേജ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സിറ്റിസന്റെ ഏജ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 26 വയസ്സാണ് ഇന്ത്യയിലെ ഒരു ആവറേജ് സിറ്റിസന്റെ ഏജ്. ചൈനയിലെ ആണെങ്കിൽ അത് 32, 33 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പൊ അത്രത്തോളം ഒരു ഓൾഡ് ഏജ് പോപ്പുലേഷൻ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തിന് പിന്നീട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ യങ് വർക്കിംഗ് ജനറേഷൻ ആവശ്യമാണെന്ന് കണ്ടിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അവരൊരു ഘട്ടം ഘട്ടമായിട്ട് അവര് സ്റ്റുഡൻസിനെയും അങ്ങനെയുള്ള ആൾക്കാരെയും, കാരണം യങ് വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെയാണ് അവര് മെയിൻ ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം ചില സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ചില മേഖലയിൽ അവർ PR കൊടുത്ത് കൊണ്ടുവന്നിരുന്നു. നമുക്കെല്ലാം അറിയാം, നഴ്സുമാര്, എഞ്ചിനീയർമാര്, അങ്ങനെ പല മേഖലയിലും വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ പോലും ഈ മെനുവൽ ആയിട്ടുള്ള മാനുവൽ ലേബർ ജോബ്സുകൾ ചെയ്യാൻ അവർ ചിലപ്പോൾ വിസമ്മതിച്ചിരിക്കുന്നു. കാരണം അവർക്ക് ഓൾറെഡി പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളവരാണ് ഈ നഴ്സുമാർ. അപ്പൊ അവരൊക്കെ ഇവിടെ വന്ന ശേഷം ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി ഉണ്ടെങ്കിൽ പോലും പിന്നീട് അവരുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ബോഡികൾ, കാനഡയിലുള്ള നഴ്സസ് കൗൺസിലുകളുമായിട്ട് അതാത് പ്രവിശ്യയിലെ അല്ലെ പ്രൊവിൻസിലെ കൗൺസിലുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം സർട്ടിഫിക്കേഷൻ നേടിക്കഴിഞ്ഞ ശേഷം അവരുടെ പ്രൊഫഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ ഒരു സ്ട്രഗിൾ, ഒരു ഇനിഷ്യൽ സ്ട്രഗിൾ ആദ്യമേ വന്ന് ചേരുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമെങ്കിലും അവരിത് ട്രാൻസിഷൻ ചെയ്ത് അവരുടെ പ്രൊഫഷനിലോട്ട്, കരിയറിലോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ലേബർ വർക്കുകൾ ചെയ്യാൻ ഇവിടെ ആളില്ലാതാവും. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ ലേബർ ഷോർട്ടേജിനെ അഡ്രസ്സ് ചെയ്യുക, അതായിരുന്നു പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു സ്റ്റുഡന്റ്, ഹെവിലി ഒരു സ്റ്റുഡന്റ് ഒരു വിസ ഒരു പ്രോഗ്രാമിലൂടെ അവര് യഥാർത്ഥത്തിൽ എൻവിഷൻ ചെയ്തെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പൊ ഇപ്പൊ സംഭവിച്ചത് എന്താണ്? കഴിഞ്ഞ 5 വർഷമായിട്ട്
ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ എത്തി. അതിൽ കുറെ പേരൊക്കെ കോഴ്സുകൾ ചെയ്തു. കുറച്ചു പേർക്കൊക്കെ ഒരു ചെറിയ ശതമാനം, ഒരു 20% ആൾക്കാർക്ക് കോവിഡിന് ശേഷം വന്നവർക്ക്, അതായത് മാസ്റ്റേഴ്സ്, PhD പോലുള്ള അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഒക്കെ പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് PR ഒക്കെ കിട്ടി. അല്ലാത്ത ആൾക്കാർ മറ്റുള്ള കോഴ്സുകൾ പഠിച്ച് ഇപ്പോഴും അവിടെ തുടരുകയാണ്. അങ്ങനത്തുള്ള ഒട്ടനേകം വിദ്യാർത്ഥികളെ എനിക്ക് പരിചയമുണ്ട്. അതായത് ഒരു 2 വർഷത്തെ ഒരു കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് പഠിച്ച ശേഷം പിന്നെ ചില ആൾക്കാർക്ക് ഒരു പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടി, അത് നിന്നു, അതും തീരാറായി. അപ്പം PR കിട്ടുന്നില്ല, അപ്പൊ വേറൊരു പ്രൊവിഷ്യയിലോട്ട് പോകും. ആ പ്രൊവിഷ്യയിലും PR കിട്ടാത്തപ്പോൾ അവിടെ തന്നെ വേറെ എന്തെങ്കിലും ഇപ്പോഴത്തെ ഒക്യുപ്പേഷൻ ഡിമാൻഡ് ലിസ്റ്റിലുള്ള ജോബുകളിൽ അങ്ങനെ അതനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ പഠിക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഒരു നാട്ടിൽ നിന്ന് ഒരു വിദ്യാർത്ഥി 2022 ഇവിടെ എത്തി. ഒരു ഈ പ്രൊജക്ട് മാനേജ്മെന്റോ ലോജിസ്റ്റിക്കൽ മാനേജ്മെന്റോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് കോഴ്സ് 2 വർഷത്തെ ഡിപ്ലോമ എടുത്ത് ഏതെങ്കിലും ഏജൻസി വഴി ഇവിടെ വന്ന് ഏതെങ്കിലും കോളേജിൽ പോയി ഒരു ഡിപ്ലോമ എടുത്ത ശേഷം അപ്പം 2002 ആയപ്പോഴത്തേക്ക് അവർക്ക് ഇത് ഒരു സ്റ്റഡി പെർമിറ്റ് കിട്ടിയെന്ന്, സോറി, പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടിയെന്നിരുന്നാൽ തന്നെ അത് 2025 ആകുമ്പോൾ എക്സ്പയർ ആവും. 3 വർഷമേ ഉള്ളൂ അതിന്റെ കാലാവധി. അതിനുശേഷം പിന്നെ അവർക്ക് തുടർന്ന് ഇവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഒന്നെങ്കിൽ അവർ PR അപ്ലൈ ചെയ്ത് അവർ PRലോട്ട് മാറണം, അല്ലെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും തൊഴിൽ വിസ, വർക്ക് വിസ കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കണം. വർക്ക് വിസയ്ക്കൊക്കെ വലിയ എമൗണ്ട് ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുത്തിട്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്. 10,000, 30,000, 40,000 ഒക്കെ കൊടുത്താൽ പോലും കറക്റ്റ് ആയിട്ടുള്ള വർക്ക് വിസകളൊന്നും കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ ഒരു $40,000 വാങ്ങിച്ച് അങ്ങനെ ഒരു വർക്ക് വിസ കയറിയാൽ തന്നെ അത് 2 വർഷം കഴിയുമ്പോൾ എക്സ്പയർ ആണെങ്കിൽ അതിനും പിന്നെ ഒരു മാർഗ്ഗമില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ PR എടുക്കണം. ഇങ്ങനത്തുള്ള ഒട്ടനേകം നൂലാമാലകളിൽ പെടുന്ന ആൾക്കാർ പിന്നുള്ള ഒരു ചാൻസ് എന്ന് വെച്ചാൽ അടുത്തൊരു കോഴ്സ് പഠിക്കുക, ആ കോഴ്സ് പഠിച്ച് മുന്നോട്ട് പോവുക, അതിനുശേഷം പിന്നെ എന്തെങ്കിലും PR അതിനുള്ളിൽ കിട്ടുമോ നോക്കുക. പിന്നെ കാനഡയിലെ ഈ ഒരു പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ, അല്ലെ 2 പഠനം നടത്തി കഴിഞ്ഞാലും ഒരൊറ്റ പ്രാവശ്യം കിട്ടത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഡിപ്ലോമ പഠിക്കുന്നു. ഡിപ്ലോമ പഠിച്ച ശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എടുത്ത് ഇവിടെ നിൽക്കുന്നു. പിന്നെ അടുത്ത കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല. ഒരൊറ്റ പ്രാവശ്യം ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എന്നുള്ള 3 വർഷത്തേക്ക്. അത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോവുക, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത കോഴ്സ് പഠിക്കാൻ നോക്കുക. അപ്പൊ ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ സംഭവിച്ചപ്പോഴത്തേക്ക് കുറെ വിദ്യാർത്ഥികൾ ഇന്റേണലിൽ നിന്നും വർക്ക് പെർമിറ്റ് ഇതുപോലെ സ്റ്റഡി പെർമിറ്റുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ജെന്യൂൻ അല്ലെന്ന് മനസ്സിലാക്കിയ ശേഷം അതൊക്കെ അവരുടെ അപ്ലിക്കേഷൻസ് ആ ഒരു വിസ ഓഫീസർ റിജക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇപ്പം അതിന്റെ ഒരു നമ്പേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ 2024 നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ 20,000 അപേക്ഷകൾ ഉണ്ടായിരുന്നു 2024 ഓഗസ്റ്റിൽ. അത്രയും അപേക്ഷകൾ നിന്ന് ഇപ്പൊ 4,500 താഴ്ന്നിരിക്കുക, 5 കുറഞ്ഞിരിക്കുകയാണ് അപേക്ഷകൾ. അപ്പൊ അത്രയും അപേക്ഷകൾ കുറഞ്ഞിട്ട് പോലും വിസ റിജക്ഷൻ റേറ്റ് കൂടുകയാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ, ബംഗ്ലാദേശ് പോലുള്ള ചില രാജ്യങ്ങളിൽ, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഇന്റഗ്രിറ്റി അവർക്ക് സംശയമുണ്ട്. കാരണം പല വിദ്യാർത്ഥികളും ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വന്ന ശേഷം ഇവിടെ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു കോഴ്സ് പോലും രജിസ്റ്റർ ചെയ്യാതെ വിസ കിട്ടും. 2 വർഷത്തേക്ക് സ്റ്റഡി വിസയാണല്ലോ. അപ്പൊ ആ വിസ കിട്ടുമ്പോൾ ഇവിടെ മുങ്ങുക, എന്നിട്ട് ഫുൾ ടൈം പണിയെടുക്കുക. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഒരു എൻഫോഴ്സ്മെന്റ് ഒന്നുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം കാനഡയിലെ സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് പറയുന്നത്? ചോദ്യം ചോദിച്ചോട്ടെ ജഗത്ത്? അതായത് ഇപ്പോ പല ഫേക്ക് ഡോക്യുമെന്റ്സും എന്ന് പറയുന്നുണ്ട്. കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ കൂണു പോലെയാണ് ഈ ഏജൻസികൾ ഉള്ളത്. ഈ ഏജൻസികളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസി ത്രൂ ആണ് വിദ്യാർത്ഥികളെല്ലാം പോകുന്നത്. ഇപ്പൊ ജഗത്തൊക്കെ ഡയറക്റ്റ് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്താണ് വർഷങ്ങൾക്ക് മുന്നേ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നതിൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസുകൾ മാത്രമാണ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ബാക്കിയുള്ളവർ മുഴുവനും ഏജൻസി വഴിയാണ് പോകുന്നത്. ഈ ഫേക്ക് ഡോക്യുമെന്റ്സിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് കുറച്ചധികം നാളുകളായി നമ്മൾ കേൾക്കുന്ന ഒന്നാണ്. ഒന്ന്, നിരവധി ഏജൻസികളെ ബാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏജൻസികൾ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് അമിത പ്രതീക്ഷ കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന ഡോക്യുമെന്റ്സ് ഇതൊക്കെ മതി, അവിടെ ചെല്ലുമ്പം അതൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താ പറയാ ഷോമണി ഇത്ര വെറുതെ കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കും. അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? അത് എത്ര കണ്ട് ഈ അതോറിറ്റി തിരിച്ചറിയുകയും അതിനെ ആ രീതിയിലുള്ള റിജക്ഷനെ കുറിച്ച് ഒന്ന് പറയാം. ഇവിടുത്തെ ഒരു സിസ്റ്റം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ഡോക്യുമെന്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നു, ഞാനൊരു വിദ്യാർത്ഥി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഡോക്ക് അവർ മുഖവിലേക്ക് എടുത്ത ശേഷം അത് സത്യമാണെന്നുള്ള രീതിയിലാണ് അവര് അത് പ്രോസസ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഒരു ഇന്റഗ്രിറ്റി ഉണ്ട്. ആരും അങ്ങനെ കള്ളമൊന്നും പറയത്തില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ ഈസ് എ ക്രിമിനൽ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു
ചിന്തയില്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ള സ്ഥിതിക്ക് കള്ളം പറയില്ല എന്നുള്ള ഒരു അനുമാനത്തിലാണ് അവർ അത് പ്രോസസ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റത്തെ നമ്മൾ ഫേക്ക് ഡോക്യുമെന്റുകളൊക്കെ വെച്ച് കബളിപ്പിക്കുക. അതിന്റെ ഉദാഹരണത്തിന് ഒരു ജലന്ധർ ബേസ്ഡ് ബ്രിജേഷ് മിശ്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഏജന്റ് ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ഫേക്ക് അഡ്മിഷൻ ലെറ്റർ തന്നെ കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു കോളേജിന്റെ ലെറ്റർ ഫേക്ക് ചെയ്തിട്ട് ആ ഫേക്ക് അഡ്മിഷൻ ലെറ്റർ വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് വിസ അപ്ലൈ ചെയ്യണം. അപ്പം കാനഡ വിസയൊക്കെ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, എല്ലാം 100% ഓൺലൈൻ പ്രോസസ്സാണ്. നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും സ്കാൻ ചെയ്തിട്ടാണ് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് വെക്കുന്ന ഡോക്യുമെന്റ് മാത്രമേ അവർക്ക് നോക്കാൻ പറ്റൂ. അതിനെ ക്രോസ് വെരിഫൈ ചെയ്യാനൊന്നും അവർക്ക് മാനദണ്ഡമില്ല. പിന്നെ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ സിസ്റ്റംസ് പറയുകയാണ്, യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പോസ്റ്റ് സെക്കൻഡറി ട്രാൻസ്ക്രിപ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കണം എന്നൊരു നിർബന്ധം യൂണിവേഴ്സിറ്റിക്കുണ്ട്. അതായത് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ്റ്റർ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനു മുന്നേ പഠിച്ച കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലാണോ ലോകത്ത് എവിടെയാണെങ്കിലും, അവിടുത്തെ രജിസ്ട്രാറിന്റെ ഓഫീസിൽ നിന്നും ഡയറക്റ്റ് ഈ പറയുന്ന കനേഡിയൻ രജിസ്ട്രാറിന്റെ അല്ലെ ആ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറിന്റെ ഓഫീസിലോട്ട് നമ്മുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അവർ ഡയറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റിക്ക് അത് ഉറപ്പാക്കാൻ പറ്റും ഈ വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ അല്ലെ ഡിഗ്രി പഠിച്ചതാണ്, അല്ലെ യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റികൾ അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാരണം യൂണിവേഴ്സിറ്റിയുടെ സിസ്റ്റത്തിനകത്ത് ഇപ്പോഴും ഇതുപോലത്തുള്ള ഫേക്ക് ഡോക്യുമെന്റ്സ് അങ്ങനത്തുള്ള ഇല്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂണുപോളം മുളച്ചു പൊന്തിയ പല ഡിപ്ലോമ മിൽ കോളേജുകളാണ് ഇതിന്റെ ഇങ്ങനത്തുള്ള ഫേക്ക് ഡോക്യുമെന്റുകൾ. കാരണം നമ്മുടെ നാട്ടിൽ +2 പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക്, അപ്പം ആ വിദ്യാർത്ഥി എന്താണ്, +2 സർട്ടിഫിക്കറ്റ് മാത്രമുള്ള വിദ്യാർത്ഥി, ഒരു മാർക്ക് ലിസ്റ്റ് കാണും. കാരണം +2 സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു മാർക്ക് ലിസ്റ്റ് ആണ്. പക്ഷെ കോളേജിൽ അങ്ങനല്ല, കോളേജിൽ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട്, അതിനെ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവിടുന്ന് അവാർഡ് തരുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ദിസ് സോ ആൻഡ് സോ പേഴ്സൺ ഹാസ് ബി അവാർഡ് ദിസ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് കമ്പോണൻസ് ഉണ്ട്. പക്ഷെ ഈ +2ന്റെ മാർക്ക് ലിസ്റ്റ് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു +2 മാർക്ക് ലിസ്റ്റ് അപ്ലൈ ചെയ്തു, അവിടെ ഇത് അപ്ലൈ ചെയ്യുന്നത് പോലും ഈ വിദ്യാർത്ഥികളൊന്നും ആയിരിക്കത്തില്ല, ഈ നമ്മൾ ഈ പോകുന്ന ഏജൻസിയിലെ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും അതൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ വിചാരിക്കുന്നത് ഇത് ഫ്രീ സർവീസ് ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ ഈ അടയ്ക്കുന്ന ഭീമമായ തുക, അതിൽ നിന്നൊരു വലിയ കമ്മീഷൻ അവർക്ക് കിട്ടുന്നുണ്ട്, ഏജൻസിന് കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ വരുന്ന ഓരോ വിദ്യാർത്ഥിയും ഒരു കമ്മീഷൻ ആണ് അവരുടെ എല്ലാം ഫ്രണ്ടിൽ. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് മാക്സിമം കമ്മീഷൻ ഉണ്ടാക്കിയെടുക്കുക, അതുവഴി ഈ പോകുന്ന വിദ്യാർത്ഥികൾ വഴി മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് റെഫറൻസ് കൊടുത്ത ശേഷം കൂടുതൽ വിദ്യാർത്ഥികളെ പിടിക്കുക എന്നുള്ള ഒരു മാർഗങ്ങളൊക്കെ ആയിരുന്നു ഈ കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവങ്ങൾ അത് നടത്തിക്കൊണ്ടിരുന്ന ഏജൻസികൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ യൂണിവേഴ്സിറ്റി ഒന്നും അങ്ങനത്തുള്ള ഒരു ഇതിന് നിൽക്കത്തില്ല. യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ ഏജൻസി ഇല്ലെന്നൊന്നും പറയുന്നില്ല, അവർക്കും അഡ്മിഷൻ ഏജൻസ് ഉണ്ട്. ബട്ട് അവര് ഇങ്ങനത്തുള്ള വലിയ എമൗണ്ടുകളൊന്നും കമ്മീഷനായിട്ടൊന്നും ആർക്കും കൊടുക്കാറില്ല. ഈ ഫീസിന്റെ 20% 30% ഒന്നും കൊടുക്കാറില്ല. യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ ഫീസ് അടയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു MBA കോഴ്സ് ഒക്കെ പഠിക്കണം, $40,000-50,000 ഒക്കെ ഫീസ് അടച്ചിട്ടാണ്. പക്ഷെ അത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നമുക്ക് ആ യൂണിവേഴ്സിറ്റികൾ തരും, നമുക്ക് അതിനുള്ള നെറ്റ്വർക്കിംഗ് ഫെസിലിറ്റീസ് തരും, ക്വാളിറ്റി ഉള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ തട്ടുകട സ്റ്റൈലിലുള്ള കോളേജിൽ പഠിപ്പിക്കുന്ന പോലത്തുള്ള സാറന്മാരായിരിക്കത്തില്ല അവിടെ പഠിപ്പിക്കുന്ന. വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ പഠിച്ചിട്ട് വന്ന, അല്ലെ ലണ്ടനിൽ നിന്നോ അല്ലെ US നിന്നൊക്കെ PhD ഒക്കെ എടുത്ത് വന്ന പ്രൊഫസേഴ്സും ഒക്കെയാണ് ഇവിടെ കോളേജിൽ പല ഡിപ്പാർട്ട്മെന്റിലും സീനിയർ പ്രൊഫസേഴ്സ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ അവർ ക്വാളിറ്റി വിദ്യാഭ്യാസത്തിനും ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചറിനും നമ്മൾ പണം കൊടുത്ത് പോകുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടത്തില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. കാരണം കാനഡയിൽ മൊത്തം ഉള്ളത് ഒരു 80 യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഉള്ളൂ കാനഡ. ഇപ്പൊ US വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കാനഡയിൽ. അപ്പൊ ഓരോ പ്രൊവിൻസിലൊക്കെ ചെറിയ പ്രൊവിൻസുകളൊക്കെ ആണെങ്കിൽ 1-2 യൂണിവേഴ്സിറ്റി കാണും. ടൊറന്റോ പോലുള്ള വലിയ സിറ്റിയിലൊക്കെ തന്നെ ഒരു 3-4 യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ഒന്റാരിയോ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഒരു 8-10 യൂണിവേഴ്സിറ്റി അവിടെയും ഉണ്ട്. പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പിന്നെ BC, ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറെ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അല്ലാത്തുള്ള പ്രൊവിൻസിലൊക്കെ 1-2 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി, ആ സംസ്ഥാനത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റി പോലത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെയാണ് കൂടുതലും ഉള്ളത്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെ പരിമിതമായിട്ടുള്ള നിലയിൽ മാത്രമേ സീറ്റുകളുള്ളൂ. അപ്പം ഉദാഹരണത്തിന് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ബ്രോൺസ്വിക്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം 200 പിള്ളേരെയൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും ഒരു വർഷം. അത് ആ ഒരു പീക്ക്, ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഈ വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് പീക്ക് ആയിരിക്കുന്ന സമയത്ത് തന്നെ 100 വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ സയൻസ് മാത്രം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ആയപ്പോഴത്തേക്ക് 10 പേര് പോലും ഇല്ല. ആ ഒരു സാഹചര്യമാണ് ഉണ്ട്. ഈ വർഷം എത്ര വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ സയൻസ് എൻറോൾ ആയെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഡേറ്റ അവൈലബിൾ ആയിട്ടില്ല. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഡേറ്റ വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ വെച്ചിട്ട് എത്ര വിദ്യാർത്ഥികൾ എൻറോൾഡ് ആവുന്നുണ്ട്, എത്ര വിദ്യാർത്ഥികൾക്ക് റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്, എത്ര % ഓഫ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു അതായത് കാനഡ ഇമിഗ്രേഷനെ രക്ഷിക്കുക, ഫ്രോഡുലന്റ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ ആൾക്കാർ നിർത്തുക, അങ്ങനത്തെ ഉള്ളവരെ ഐഡന്റിഫൈ ചെയ്യുക, അത് ആണ് അവരുടെ ഒരു ലക്ഷ്യം. അതിന്റെ കൂടെ തന്നെ ഒരു C-12 എന്ന് പറഞ്ഞൊരു പുതിയ ബില്ല് അവരിപ്പോ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ആസ്പെക്ട്സുകൾ ഇനി എന്ന് നിയമമായി വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് കർശനമായിട്ടുള്ള ആ ഒരു കുടിയേറ്റ നിയന്ത്രണം അല്ലെങ്കിൽ ആ ഇന്റഗ്രിറ്റി, ആ സിസ്റ്റത്തിന്റെ ഇന്റഗ്രിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. കാരണം ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഷോർട്ട് കട്ടിലൂടെ നേടണമെന്നാണ് ഇന്ത്യൻസിന്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അവരുടെ ഡോക്യുമെന്റ് ഫേക്ക് ചെയ്യും, മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം അവർ അങ്ങനത്തുള്ള നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ കുറെ അധികം കാണുന്നുണ്ട്. പഞ്ചാബികളൊക്കെ പല സ്ഥലത്തും ട്രക്കൊക്കെ ഓടിച്ച് കയറ്റുന്ന അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. നമ്മൾ തന്നെ കണ്ട ന്യൂസിൽ ഒരു കാലിഫോർണിയ സംസ്ഥാനത്ത് ഒരു പഞ്ചാബി ഒരു റോങ് ആയിട്ടൊരു യു ടേൺ എടുത്ത സമയത്ത് ഒരു കാർ വന്ന് ഇടിച്ച് അതിനകത്ത് 3-4 പേര് മരിക്കുന്നതൊക്കെ ഒരു രംഗം നമ്മളെല്ലാവരും കണ്ടതാണ് ഞെട്ടലോടുകൂടി. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ചിലപ്പം അനധികൃതമായിട്ട് കുടിയേറി വന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെ ഫേക്ക് ഡോക്യുമെന്റ്സ് കൊണ്ടുവന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അത് ബോധ്യമായ സ്ഥിതിക്ക് അവര് കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം വേണമെന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടാണ് അവരിപ്പം ഇത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വിസ റിജക്റ്റ് ആയെന്നുള്ള ഒരു വലിയ വാർത്തയായിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ജനങ്ങളുടെ ആ ഒരു ആകുലതയെ ഒരു പരിധിവരെ ഒന്ന് തണുപ്പിക്കാൻ പറ്റും. കാരണം ഈ US-ഉം കാനഡയും ഒക്കെ ആയിട്ടുള്ള ഇപ്പൊ ഈ ട്രംപിന്റെ ഈ ഭ്രാന്തൻ നയങ്ങൾ കാരണം എല്ലാവർക്കും ഒരു ക്രൈസിസ് ആണ്. ഇവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയ്ക്ക് വളരെ അധികം ഇൻഫ്ലേഷൻ ആയിരുന്നു. ഒരു 2.5 വരെയൊക്കെ കൊണ്ടെത്തിക്കാൻ പറ്റിയെങ്കിലും പിന്നീട് അത് ഈ അമേരിക്കയുടെ ഈ പ്രാന്തൻ നയങ്ങൾ കാരണം അത് വീണ്ടും ഒരു 2.7 വരെ ലേറ്റസ്റ്റ് അവൈലബിൾ ഡാറ്റ വെച്ച് നോക്കുവാണെങ്കിൽ 2.7 ആണ് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ. അത് അമേരിക്കയിൽ ഇപ്പം അത് 3% ആയിട്ടുള്ളൂ. ഇതൊരു 2% വരെ താഴ്ന്ന ശേഷമാണ് ഇത് ഈ വീണ്ടും അത് കൂടുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, സാധനങ്ങളുടെ വിലക്കയറ്റം ഇത് വരുമ്പോഴത്തേക്ക് അവരെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം കൂടുതൽ ഈ റിജക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ കാനഡയിലെ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നു. പിന്നെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ കാര്യമായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. കാരണം ഇപ്പം അമേരിക്കയുമായിട്ട് അകർന്ന സ്ഥിതിക്ക് കാനഡയ്ക്ക് ഇപ്പം ചൈന, ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളാണ് ഇനിയിപ്പോ അവർക്ക് ലക്ഷ്യം വെക്കേണ്ടത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല തരത്തിലുള്ള ബിസിനസ് ബന്ധങ്ങളും ഇവിടെ വഷളായിട്ടുണ്ട്. ഇപ്പം ലിക്കർ അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് കാനഡ ഇപ്പോ ചൈനയുമായിട്ടും ഇന്ത്യയായിട്ടും എല്ലാം കാര്യമായിട്ടുള്ള രീതിയിൽ ഒരു കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ അത് നടക്കുമ്പോൾ കൂടി തന്നെ അവരുടെ ഇമിഗ്രേഷന്റെ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കേണ്ടത് അവരുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഫേക്ക് ഡോക്യുമെന്റ്സ് അതൊക്കെ ചെയ്തു വരുന്ന ആൾക്കാരെ അവരെ പിടിക്കുക, അത് കൂടുതൽ സ്ക്രൂട്ടിനി നോക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ നോമിനേഷൻ ലെറ്റേഴ്സ് വേണം. കാരണം ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പോലും ആ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിയ പണ്ട് അത് വെച്ച് നേരെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഒരു കോട്ടയുണ്ട് ഓരോ പ്രൊവിൻസിനും. അപ്പൊ ആ പ്രൊവിൻസിന്റെ ഒരു ലെറ്റർ വേണം. ഈ വിദ്യാർത്ഥിയെ ഇന്ന കോളേജിലുള്ള ഇന്ന വിദ്യാർത്ഥിയെ ഞങ്ങൾ പ്രൊവിൻസിൽ ഞങ്ങൾ എടുത്തോളാം. അപ്പം പ്രൊവിൻസും നോമിനേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇപ്പം വിദ്യാർത്ഥിക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റേത് പ്രൊവിൻഷ്യൽ നോമിനേഷൻ എന്നൊക്കെ പറയുന്നത് PR-ലൊക്കെ ഉള്ള പാത്വേ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ എന്നാണ് അതിന് പറയുന്നത്. അതില്ലാതെ ആർക്കും ഇവിടെ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഈ ഡിപ്ലോമ മില്ലുകളും അങ്ങനത്തുള്ള കോളേജുകളും എല്ലാം പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു ബിസിനസ് നിന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ സ്പോസൽ വർക്ക് പെർമിറ്റ്, ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്നുള്ള സമ്പ്രദായവും ഓൾമോസ്റ്റ് നിർത്തലാക്കി കഴിഞ്ഞു. മറ്റേതൊരു ഡിപ്ലോമ അല്ലെ 2 വർഷം ഡിപ്ലോമ ഒക്കെ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഭാര്യയ്ക്കോ അല്ലെ ഭർത്താവിനോ സ്പോസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുമായിരുന്നു. അപ്പൊ ആ ഒരു കെയർ ഓഫിൽ വരാമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ വർഷം നിർത്തലാക്കി. ഇപ്പൊ മാസ്റ്റേഴ്സ് അല്ലെ PhD പഠിക്കുന്നവർക്ക് മാത്രമേ സ്പോസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കൂ. അത് വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. മാസ്റ്റേഴ്സ് PhD ഓൾ ഓവർ കാനഡ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 30,000-35,000 സീറ്റുകൾ മാത്രമേ ഉള്ളൂ മൊത്തം മാസ്റ്റേഴ്സ് PhDക്ക്. ആ PhD തന്നെ നമ്മൾ അല്ലെ ഒരു മാസ്റ്റേഴ്സ് എടുത്താൽ തന്നെ അതിനകത്ത് ഫോറിൻ സ്റ്റുഡൻസിന്റെ എൻറോൾമെന്റ് എന്ന് പറയുന്ന ഒരു 10,000 പേര് കാണും മൊത്തത്തിൽ. അത്രയും പേർക്കുള്ളൂ. അതൊരു നോർമൽ ഒരു കൺട്രിക്ക് താങ്ങാൻ പറ്റുന്നതാണ്. ഇവനത് നമുക്ക് അതിനൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല. കാരണം ജെന്യൂൻ ആയിട്ട് കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവര് എന്നും കാനഡ ഇവര് നോക്കുന്നുണ്ട്. ജെന്യൂൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി വരുവാന്നുണ്ടെങ്കിൽ അവരെല്ലാ സപ്പോർട്ടും തരും, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരും, മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ കൂടെ തന്നെ എനിക്ക് ഇപ്പം ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇതില് ഈ ഒരു കാനഡയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ജെനുവിൻ ആയിട്ട് വന്ന് ഇവിടെ പഠിക്കാനുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ ഇവിടെ PR കിട്ടുമോ അതൊന്നും ചിന്തിച്ച് വരണ്ട. നിങ്ങൾക്ക് നല്ല വേൾഡ് ക്ലാസ് സമ്പ്രദായത്തിൽ നിങ്ങൾക്ക് പഠിക്കണോ, വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കണോ, നിങ്ങൾക്ക് എന്താണ് വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ഉള്ളത്, അതൊരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ കാനഡ ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. കാരണം ഇത്രയും ചെറിയ ഒരു ചെലവില്
ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലോകത്ത് എവിടെയും കിട്ടത്തില്ല. 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഇത്രയും നല്ല ഒരു മൾട്ടി കൾച്ചറൽ ഒരു റേഷ്യൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യവും ഈ ലോകത്ത് വേറെയില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിട്ട് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അയർലൻഡ് ഒക്കെ ബ്രിട്ടൻ ഒക്കെ എടുക്കാം. പക്ഷെ അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നമുക്ക് ഇപ്പൊ തന്നെ അറിയാം. അവിടെ വലിയ രീതിയിലുള്ള ഒരു വംശീയ വിരോധമാണ് ഇന്ത്യക്കാർക്കെതിരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് കാനഡയിൽ അതൊന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആണ് കാനഡ. ഇപ്പൊ അമേരിക്കയിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പം അമേരിക്കയിലെ ഇന്ത്യക്കാരെ എല്ലാം വളരെ നികൃഷ്ടമായിട്ടുള്ള രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ഒരു ഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ട്രംപിന്റെ ഒരു പെരുമാറ്റം. അദ്ദേഹത്തിന് ആവശ്യമുള്ളവർ മാത്രം നിൽക്കും, അല്ലാത്തവരെല്ലാം ചങ്ങലക്കിട്ട് പുറത്താക്കും. ഞങ്ങൾ വെള്ളക്കാർ മാത്രം ഇവിടെ മതി, ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോകണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ കാനഡ അങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് നമ്മളുടെ ഈ വിദ്യാർത്ഥികളും ഇങ്ങനത്തുള്ള ആൾക്കാർ ഈ സിസ്റ്റത്തെ ഫ്രോഡ് ചെയ്യുക, അങ്ങനത്തുള്ള പരിപാടികൾ നടത്തി കഴിഞ്ഞാൽ അവർക്ക് പോലും ചിലപ്പോൾ നമ്മളോട് ദേഷ്യം തോന്നുന്നതിനകത്ത് ഒരു അത്ഭുതവുമില്ല. കാരണം നമ്മൾ ചോദിച്ചു വാങ്ങിയ ശിക്ഷയാണ്, അത് നമ്മൾ അനുഭവിച്ചേ തീരും, അതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും. എന്തായാലും വളരെ വ്യക്തമാണ് ജഗത്. കയ്യിലിരിപ്പ് നന്നാക്കിയാൽ കാനഡയും പോക്കും ഒക്കെ എളുപ്പമാകും. അല്ലാത്തപ്പോൾ ഇങ്ങനത്തെ സംഭവവികാസങ്ങൾ ഉണ്ടാകുമെന്നാണ് ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്നത്. എന്തായാലും ഒരുപാട് നന്ദി ജഗത്, മറുനാടിനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.